മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഡിസംബർ 3 അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം. ഈ ദിനത്തിൻ്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിലെ ഓൾ കേരള വീൽ ചെയർ ഫെഡറേഷൻ്റെ മെമ്പർമാരൊരുക്കിയ ഒരു വാഹന ജാഥയാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അവകാശ വിളംബര ജാഥ എന്നാണ് ഞങ്ങളിതിന് പേരിട്ടിരിക്കുന്നത്. ഓൾ കേരള വീൽ ചെയർ ഫെഡറേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓൾ കേരള വീൽ ചെയർ ഫെഡറേഷൻ മലപ്പുറം ജില്ല ഈ റാലി നടത്തുമ്പോൾ ജില്ലയിലെ മുഴുവൻ പൊതുസ്ഥലങ്ങളും വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കണം എന്നൊരാവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജാഥ ഇന്ന് നടത്തുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ മുഴുവൻ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും ശബ്ദമുയർത്തുക, ഞങ്ങളുടെ കൂടെ കൂടുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഓൾ കേരള വീൽ ചെയർ ഫെഡറേഷൻ്റെ അവകാശ വിളംബര ജാഥ കുറ്റിപ്പുറത്ത് SIയും മറ്റു ഉദ്യോഗസ്ഥരാണ് നമുക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഇവിടുന്ന് പൊന്നാനിയിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫ്ലാഗ് ഓഫ്, പൊന്നാനി താലൂക്കിന് വേണ്ടിയിട്ടുള്ള ഫ്ലാഗ് ഓഫ് ഇവിടെ നടക്കുകയാണ്. രാവിലെ 8 മണിക്ക് പെരിന്തൽമണ്ണ ബൈപ്പാസിൽ നിന്നാണ് AKWRFൻ്റെ അവകാശ വിളംബര ജാഥ തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം 10:30 മണിയായപ്പോഴത്തേക്ക് റാലി കുറ്റിപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പൊന്നാനിയിലേക്കാണ് പോകുന്നത്. എല്ലാ മെമ്പർമാരും വളരെ ഉത്സാഹത്തോടെ തന്നെ റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറ്റിപ്പുറത്ത് നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത റാലി ഇപ്പോൾ കുറ്റിപ്പുറം പൊന്നാനി ബൈപ്പാസിലാണ് എത്തിയിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ചെമ്പ്രവട്ടം ജംഗ്ഷനിലേക്കാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ വാഹനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ഞങ്ങളുടെ അവകാശങ്ങളെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ബോധവൽക്കരണം നടത്തിക്കൊണ്ടാണ് ഇന്നത്തെ യാത്ര. അതായത് കേരളം വീൽ ചെയർ സൗഹൃദമാക്കുക, അതുപോലെ തന്നെ നമ്മളുടെ പൊതുകെട്ടിടങ്ങളും മറ്റും എല്ലാം വീൽ ചെയർ സൗഹൃദമാക്കുക, അതുപോലെ തന്നെ വോട്ട് ചെയ്യാനുള്ള അവകാശം ഓരോരുത്തരെയും പോലെ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഓരോ പോളിംഗ് ബൂത്തുകളും വീൽ ചെയർ സൗഹൃദമാക്കുക എന്നുള്ള അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മളുടെ യാത്ര ഇവിടുന്ന് തുടങ്ങിയിട്ടുള്ളത്. ഒപ്പം നടത്തണം ഭിന്നശേഷിക്കാരെ. ഈ ലോകം എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കുകയാണ് ലോക ഭിന്നശേഷി ദിനം. ശരീരത്തിന്റെയോ മനസ്സിന്റെയോ ശേഷികൾ വിഭിന്നമാകാമെന്നും ഏതിലെങ്കിലും ന്യൂനതയുള്ളതിനാൽ സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ടുകൂടെന്നും കുറവുകൾക്ക് താങ്ങാവുക മറ്റുള്ളവരുടെ ഉത്തരവാദിത്വമാണെന്നുമുള്ള ഓർമ്മിപ്പിക്കൽ. ഒന്നിലെ ന്യൂനത മറ്റൊന്നിൽ അധിക ശേഷിയായി രൂപപ്പെടുത്താനായേക്കാമെന്ന സങ്കല്പവും ഭിന്നശേഷി എന്ന വിശേഷണത്തിന്റെ അടിസ്ഥാനമാണ്. ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് താങ്ങും തണലുമാകേണ്ടത് അവരുടെ കുടുംബത്തിന്റെ മാത്രം ചുമതലയല്ല, സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്വമാണതെന്നും ഉറപ്പിക്കുന്നതിനാണ് ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന 1992 തീരുമാനിച്ചത്. കോവിഡ് മഹാമാരി ഏറ്റവും ദോഷകരമായി ബാധിച്ചിട്ടുള്ളത് ഭിന്നശേഷിക്കാരെയാണെന്നതിനാൽ ഇത്തവണത്തെ ഭിന്നശേഷി ദിനം ഭരണകൂടങ്ങൾക്കും പൊതുസമൂഹത്തിനും കൂടുതൽ ഉത്തരവാദിത്വമുള്ളതാക്കുന്നുണ്ടെന്ന് UN വ്യക്തമാക്കിയിട്ടുണ്ട്. ശാരീരികവും മാനസികവുമായ വെല്ലുവിളി നേരിടുന്നവരിൽ വളരെയധികം പേർ തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ട്. ലോക ജനസംഖ്യയിൽ 15% പേർ ഏതെങ്കിലും തരത്തിൽ ഭിന്നശേഷിക്കാരാണെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നിഗമനം. പഠന വൈകല്യം, നിരന്തരവും വിട്ടുമാറാത്തതുമായ ശരീരവേദനകൾ, ശ്രവണക്കുറവ്, പ്രമേഹവും മറ്റുമൂലമുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ പരിമിതികൾ എന്നിങ്ങനെ ദൃഷ്ടിഗോചരമല്ലാത്ത ശാരീരിക പ്രശ്നങ്ങളുള്ളവർ ഏറെയാണ്. ഇത്തരക്കാരെ കണ്ടെത്തുന്നതിലും അവർക്ക് ആവശ്യമായ ചികിത്സാ പരിചരണ സംവിധാനങ്ങൾ ഉണ്ടാക്കലും പുനരധിവാസവും കൂടി പ്രധാന അജണ്ടയാക്കണമെന്നാണ് ഇത്തവണത്തെ UN ആഹ്വാനം. അടുത്ത 10 വർഷത്തിനകം ഭിന്നശേഷിക്കാർ പൂർണ്ണമായും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ സാധാരണ പോലെയായിത്തീരുന്നതിനുള്ള സുസ്ഥിര വികസന പദ്ധതികളാണ് ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതെന്നും നിർദ്ദേശിക്കുന്നു. AKWRFൻ്റെ അവകാശ വിളംബര ജാഥ ചെമ്പ്രവട്ടം ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മളെ റാലിയെ സ്വീകരിക്കുന്നത് സാമൂഹിക പ്രവർത്തകനായിട്ടുള്ള ഫിറോസ് കുന്നംപറമ്പിലാണ്. അദ്ദേഹം നമ്മളുമായിട്ട് സംസാരിക്കുകയാണ്.
ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാത്ത ആളുകൾക്ക് ഒരു പക്ഷേ 4 ലക്ഷത്തിൽ അവൻ്റെ വീട് പണി നിൽക്കില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കടം വാങ്ങിയെങ്കിലും അത് പൂർത്തീകരിച്ച് പിന്നീട് വിട്ടാം. ഇത്തരം ആളുകൾക്ക് അതിന് കഴിയാത്ത ഒരു സാഹചര്യം, ഏത് രീതിയിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരു വിഭാഗം. എന്താണെങ്കിലും ഇവരും മനുഷ്യരാണ്, തൻ്റേതല്ലാത്ത ഒരു കാരണം കൊണ്ട്. കാരണം ഇതൊക്കെ അങ്ങനെയാണല്ലോ, ഇത്തരത്തിലെ ജീവിത സാഹചര്യങ്ങൾ ആയിപ്പോയ ആളുകളാണ്. എന്നാൽ ഇതിനകത്ത് ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. തെറ്റുകൂടി ഇരിക്കുന്ന ഇദ്ദേഹം, അതുപോലെ അപ്പുറത്തെ കാറിലിരിക്കുന്ന ആളൊക്കെ, അവർക്കൊക്കെ ഇത്തരം വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിലൊക്കെ വീട്ടിലെങ്ങനെ ഉണ്ടാതിരിക്കുകയൊക്കെ ചെയ്യാം. ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളുണ്ട്. എന്തിനാണ്? പക്ഷേ ഞങ്ങളെ പോലെ ദുരിതം അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്നതിൻ്റെ പേരിൽ തന്നെ ഈ തെരുവിലിറങ്ങിയ ആളുകളാണ്. ഇവരുടെ ശബ്ദം ബന്ധപ്പെട്ട ആളുകൾ കേൾക്കും, അവർക്ക് വേണ്ട സഹായങ്ങൾ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കും. ഇത്തരം ആളുകളെ നിർത്തിപ്പിടിക്കേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. കാരണം നമുക്ക് ആലോചിച്ചാൽ തന്നെ പ്രശ്നം കിട്ടും. നമുക്കെല്ലാം ഉണ്ട്. ഒരു മനുഷ്യന് വേണ്ടത് പണമോ അതല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളല്ല, ഏറ്റവും നല്ല ആരോഗ്യമുള്ള ശരീരം തന്നെയാണ്. അതിൻ്റെ കോടിക്കണക്കിന് രൂപ ഉണ്ടായിട്ട് കാര്യമില്ല. ഒരുപക്ഷെ ഒരിക്കലും മാറാത്ത മാരകമായ ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ആ പണം കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതല്ലെങ്കിൽ ഒരു കൈ നഷ്ടപ്പെട്ടാൽ, കാല് നഷ്ടപ്പെട്ടാൽ അതിൻ്റെ സ്ഥാനത്തേക്ക് നിങ്ങളുടെ കയ്യിൽ എത്ര കോടി ഉണ്ടെങ്കിലും ശരി, അതിൻ്റെ സ്ഥാനത്തേക്ക് വെക്കാൻ ഒരു സാധനം കിട്ടില്ല. അപ്പോൾ ശരീരത്തിന് ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾ ബാധിച്ച നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ അവരുടെ കൈകളായി, കാലുകളായി, കണ്ണുകളായി, ചെവികളായി, അവർക്കില്ലാത്തത് എന്താണോ അതായിട്ട് ഞാൻ നിങ്ങൾ മാറാൻ ശ്രമിക്കണം. അവരുടെ പ്രയാസങ്ങൾ കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. എന്താണെങ്കിലും ഇന്നത്തെ ദിവസത്തിൽ ഇവർ സംഘടിപ്പിച്ചിട്ടുള്ള ഈ വാഹന ജാഥയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ്റെ അവകാശ വിളംബര ജാഥ. ഈ ജാഥയ്ക്ക് ഒത്തിരി സ്നേഹസമ്മാനങ്ങളുമായിട്ടാണ് പൊന്നാനിയിലെ ജനങ്ങൾ കാത്തിരുന്നത്. അപ്പോൾ ആ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മളുടെ റാലി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ഭിന്നശേഷി ദിനമായതുകൊണ്ട് തന്നെ നമ്മളെ ആളുകൾക്കൊക്കെ വളരെയധികം സന്തോഷത്തിലാണ്. ഈ ആഘോഷത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളും ഞങ്ങളെ വരവേറ്റതിൽ വലിയ സന്തോഷമുണ്ട്. ഓൾ കേരള വീൽചെയർ ഫെഡറേഷൻ്റെ അവകാശ വിളംബര ജാഥ ഒരുപാട് ദൂരം പിന്നിട്ട്
മാറഞ്ചേരിയിൽ കിളിയിൽ പ്ലാസ ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുള്ളത്. അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സൈഡാക്കിയത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് പൊന്നാനി ഹാർബറിലേക്ക് പോകും. അവിടെയാണ് നമ്മളെ സമാപന സമ്മേളനം നടക്കുന്നത്. അപ്പം എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി തയ്യാറാവും. അപ്പം നല്ല ചിക്കൻ ബിരിയാണിയാണ് മാറഞ്ചേരി നമ്മളെ റാലിക്ക് സ്വീകരണം കിട്ടിയിട്ടില്ല. അപ്പോൾ കഴിച്ചോളൂ. നമ്മൾ ഓൾ കേരള വീൽ ചെയർ ഫെഡറേഷൻ്റെ അവകാശ വിളംബര ജാഥ പൊന്നാനി ഹാർബറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് സമാപനം. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു. ഇന്ന് രാവിലെ പെരിന്തൽമണ്ണയിൽ തുടങ്ങി അങ്ങനെ കുറ്റിപ്പുറം വഴി പൊന്നാനി വന്നു. പൊന്നാനിയുടെ എല്ലാ ഭാഗത്തും കറങ്ങി ഞങ്ങളിതാ അവസാനം പൊന്നാനി ഹാർബറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ അവകാശ വിളംബര ജാഥ വലിയൊരു വിജയം തന്നെയായിരുന്നു. ഞങ്ങളുടെ എല്ലാ മെമ്പർമാരും ഞങ്ങൾക്ക് കാണാം, നമ്മുടെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ലൈസ് ഉണ്ട്, സെക്രട്ടറി സലീം കീശ്ശേരി ഞങ്ങളോടൊപ്പം ഉണ്ട്, അതുപോലെ ജില്ലാ ട്രഷറർ ഉണ്ട്. അങ്ങനെ ഒത്തിരി മെമ്പർമാരും മലപ്പുറം ജില്ലാ കമ്മിറ്റിയിലെ ഒട്ടുമിക്ക അംഗങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇന്നത്തെ ഈ ജാഥ ലക്ഷ്യം വെച്ചിരുന്നത് നമ്മുടെ പൊതുസമൂഹത്തിനും അതുപോലെ തന്നെ ഭരണതലത്തിലൊരു ബോധവൽക്കരണമായിരുന്നു ഞങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നത്. അതായത് കേരളം വീൽ ചെയർ സൗഹൃദമാവണം, എല്ലാ അങ്ങാടികളും വീൽ ചെയർ സൗഹൃദമാക്കണം, അതുപോലെ തന്നെ പൊതു കെട്ടിടങ്ങളൊക്കെ വീൽ ചെയർ സൗഹൃദമാക്കണം എന്നുള്ളൊരു സന്ദേശം കൊടുത്തുകൊണ്ടാണ് ഈ ജാഥ ഇന്ന് രാവിലെ തുടങ്ങിയത്. AKWRF സിന്ദാബാദ്, AKWRF സിന്ദാബാദ്, ഭിന്നശേഷി ദിനം സിന്ദാബാദ്, ഭിന്നശേഷി ദിനം സിന്ദാബാദ്. കേരളം വീൽ ചെയർ സൗഹൃദമാക്കുക, കേരളം വീൽ ചെയർ സൗഹൃദമാക്കുക. എല്ലാ വീൽ ചെയർകാർക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുക. എല്ലാ ബൂത്തുകളും വീൽ ചെയർ സൗഹൃദമാക്കുക. ഓൾ കേരള വീൽ ചെയർ റൈറ്റ് ഫെഡറേഷൻ സിന്ദാബാദ്, AKWRF സിന്ദാബാദ്.